KTU 2019 സ്കീം കമ്പ്യൂട്ടർ സയൻസ് S5 സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ തിയറിയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് അസംബ്ലർ എന്ന് പറഞ്ഞാൽ എന്താണ്? അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഗ്രാമാണ് അസംബ്ലർ എന്ന് പറയുന്നത്. പിന്നെ അസംബ്ലറിൻ്റെ ബേസിക് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂമോണിക് ഓപ്പറേഷൻ കോഡ്സ്, അതായത് ഇപ്പോൾ STL എന്നൊക്കെ പറയുന്ന കോഡ് ഉണ്ടെങ്കിൽ അതിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർഷൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സിംബോളിക് ആയിട്ടുള്ള ഓപ്പറൻറ്റ്, ഇപ്പോൾ A എന്നൊക്കെ പറയുന്ന സിംബോളിക് ഓപ്പറൻറ്റ് ഉണ്ടെങ്കിൽ അതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെഷീൻ അഡ്രസ്സ് എടുക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഒരു മെഷീൻ ഇൻസ്ട്രക്ഷൻസ്, ഇപ്പോൾ STL എന്ന് പറയുന്ന ഒരു മെഷീൻ ഇൻസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ അതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു മെഷീൻ കോഡിലേക്ക് മാറ്റുക. ഇപ്പോൾ എൻഡ് ഓഫ് ഫയൽ, EOF എൻഡ് ഓഫ് ഫയൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ കോൺസ്റ്റൻ്റാണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആസ്കി കോഡിലേക്ക് കൺവേർഷൻ ചെയ്തെടുക്കുക. ഒബ്ജക്റ്റ് പ്രോഗ്രാം എഴുതുക. ഇതൊക്കെയാണ് അസംബ്ലറിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി ഒബ്ജക്റ്റ് പ്രോഗ്രാം എഴുതുമ്പോൾ ഹെഡ് റെക്കോർഡ്, ടെക്സ്റ്റ് റെക്കോർഡ്, എൻഡ് റെക്കോർഡ് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ അസംബ്ലർ ഡേറ്റ സ്ട്രക്ചേഴ്സിൽ വരുന്നതാണ് ഫസ്റ്റ് വൺ ആണ് OPTAB. OPTAB എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പറേഷണൽ കോഡ് ടേബിൾ എന്നാണ് അതിൻ്റെ പേര്. അതായത് നമ്മൾ പാസ് വണ്ണിനകത്ത് OPTAB എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ ഓരോ OP കോഡ് എടുക്കുമ്പോൾ ആ OP കോഡിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇത് വാല്യൂസ് എഴുതിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ STL എന്ന് പറയുന്ന ഒരു ന്യൂമോണിക് കോഡാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെഷീൻ കോഡ് എത്രയാണെന്നുള്ളത് റെപ്രസെൻറ്റ് ചെയ്യുന്ന ടേബിളിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? OPTAB എന്ന് വിളിക്കുന്നത്. അപ്പോൾ പാസ് വണ്ണിനകത്ത് OPTAB നമ്മൾ എന്തിനു വേണ്ടിയിട്ട് എടുക്കുന്നത്? ആ ഓപ്പറേഷൻ കോഡ് എടുക്കാൻ, സാമ്പിൾ പ്രോഗ്രാമിൻ്റെ ഓപ്പറേഷൻ കോഡ് എടുക്കാൻ വേണ്ടിയിട്ടും പാസ് 2 ആ ട്രാൻസ്ലേഷന് വേണ്ടിയിട്ടും, അത് നമുക്ക് OP കോഡിൻ്റെ ട്രാൻസ്ലേഷൻ വേണ്ടിയിട്ടുമാണ് യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് SIMTAB അഥവാ സിമ്പിൾ ടേബിൾ. സിമ്പിൾ ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോഗ്രാമിനകത്ത് വരുന്ന ഓരോ സിമ്പിൾസിൻ്റെ നെയിംസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അതിൻ്റെ അഡ്രസ്സ് ഏതാണ്, അത് ഏത് ടൈപ്പാണെന്നൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടേബിളാണ് സിമ്പിൾ ടേബിൾ എന്ന് പറയുന്നത്. ദെൻ ലൊക്കേഷൻ കൗണ്ടർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു വേരിയബിളാണ്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്രസ്സ് അസൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വേരിയബിളിനെയാണ് നമ്മൾ ലൊക്കേഷൻ കൗണ്ടർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇനീഷ്യലി സ്റ്റാർട്ട് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടുതൽ അഡ്രസ്സ് ഏതാണ്, അതാണ് ലൊക്കേഷൻ കൗണ്ടർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഓരോ ലൈനും വരുന്തോറും ലൊക്കേഷൻ കൗണ്ടറിൻ്റെ വാല്യൂ അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ദെൻ പാസ് 1, പാസ് 2. പാസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സ്റ്റേറ്റ്മെൻറ്റിനും അഡ്രസ്സ് അസൈൻ ചെയ്യുന്നതാണ് പാസ് 1. അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു ഓരോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ അഡ്രസ്സ് കൊടുക്കില്ലായിരുന്നു. അപ്പോൾ ആ അഡ്രസ്സ് അസൈനിങ് നടക്കുന്നതാണ് പാസ് 1. അപ്പോൾ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? ഓരോ ഇതിനകത്തേക്കും അസൈൻ ചെയ്തിട്ടുള്ള വാല്യൂസിൻ്റെ അഡ്രസ്സ് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കും. അതുപോലെ തന്നെ അസംബ്ലർ ഡയറക്റ്റീവ്സിൻ്റെ കുറച്ച് അസംബ്ലർ ഡയറക്റ്റീവ്സിൻ്റെ പെർഫോം ചെയ്യുന്നതും പാസ് 1 നടക്കും. പാസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ അഡ്രസ്സ് സേവ് ചെയ്തതിന് ശേഷം ആ ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൂടെ അസംബിൾ ചെയ്യുക. എന്നിട്ട് ബൈറ്റ്, വേർഡ് അങ്ങനെയായിട്ടുള്ള ഡേറ്റയുടെ വാല്യൂസ് എടുക്കുക. ഒബ്ജക്റ്റ് പ്രോഗ്രാം എഴുതുക. നമ്മൾ ഹെഡ് റെക്കോർഡ്, എൻഡ് റെക്കോർഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതില്ലേ, അങ്ങനെ ഒബ്ജക്റ്റ് പ്രോഗ്രാമുകൾ എഴുതുന്നതും അതെല്ലാം കൂടെ അസംബിൾ ചെയ്യുന്നതും ഒക്കെ പാസ് 2 വരുന്നത്. ഇനി നമ്മുടെ അടുത്ത ടോപ്പിക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ മൊഡ്യൂളിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് അൽഗോരിതമാണ്. പാസ് 1 പാസ് 2 അൽഗോരിതം. ഇപ്പം നമ്മൾ പാസ് 1 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞപ്പോൾ അഡ്രസ് കാൽക്കുലേഷനൊക്കെ ചെയ്തിട്ട് ഒബ്ജക്റ്റ് കോഡ് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നല്ലോ, അതാണ് പാസ് 1 വരുന്നത്. അത് വെച്ചിട്ട് ടെക്സ്റ്റ് റെക്കോർഡ്, ഹെഡ് റെക്കോർഡ് ഒക്കെ എഴുതുന്ന ഇതുണ്ടല്ലോ, ആ ഒരു പോർഷനാണ് നമുക്ക് പാസ് 2 വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പാസ് 1 അൽഗോരിതം നോക്കുകയാണ്. പാസ് 1 അൽഗോരിതം എങ്ങനെയാണ് പറയുന്നത്? ആദ്യം ബിഗിൻ ചെയ്യുകയാണ്. സോ നമ്മൾ ഫസ്റ്റ് ഇൻപുട്ട് ലൈൻ എന്താണെന്നുള്ളത് റീഡ് ചെയ്തു. എന്നിട്ട് അവിടുത്തെ OP കോഡ് സ്റ്റാർട്ടാണോ എന്ന് നോക്കി. സ്റ്റാർട്ട് എന്നുള്ളതാണ് നമ്മുടെ പ്രോഗ്രാം തുടങ്ങുന്നത്. അപ്പോൾ ഒബ്ജക്റ്റ് കോഡ് സ്റ്റാർട്ടാണോ എന്ന് നോക്കി. ആണെങ്കിൽ എന്ത് ചെയ്തു? നമ്മൾ ബിഗിൻ ചെയ്തു. എന്നിട്ട് അവിടുത്തെ ഓപ്പറൻ്റ്, ആ സ്റ്റാർട്ടിൻ്റെ കൂടെയുള്ള ഓപ്പറൻ്റ് ഏതാണോ അതിനെ നമ്മൾ സ്റ്റാർട്ടിങ് അഡ്രസ്സായിട്ട് സേവ് ചെയ്തു. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ കൗണ്ടറിനെ നമുക്ക് എന്ത് ചെയ്യണം? ഇപ്പോൾ സ്റ്റാർട്ടിങ് അഡ്രസ്സായിട്ട് നമ്മൾ സേവ് ചെയ്യുന്ന ഏതാണോ അതിലേക്ക് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തു. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? നമുക്ക് നെക്സ്റ്റ് ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ലൈനിലോട്ട് റൈറ്റ് ചെയ്യണം. നമ്മളത് റീഡ് ചെയ്തു. ദെൻ എൻഡ് ചെയ്തു. അപ്പോൾ ഇത്രയും ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്ക് OP കോഡ് സ്റ്റാർട്ട് ആണെങ്കിലാണ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അതിനുശേഷം നമ്മൾ എന്താ ചെയ്തേ? എൽസ്, അല്ലെങ്കിൽ ഇനി ലൊക്കേഷൻ ഇത് നമ്മൾ ഫസ്റ്റത്തെ എടുക്കുമ്പം സ്റ്റാർട്ട് അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അല്ല സ്റ്റാർട്ട് അല്ലെങ്കിൽ അവിടെ നമുക്ക് ഓപ്പറൻ്റ് ഇല്ലല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ലൊക്കേഷൻ കൗണ്ടറിൻ്റെ വാല്യൂ 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യാം. അത് നമ്മളവിടെ എൻഡ് ചെയ്തു. ദെൻ അടുത്ത നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. OP കോഡ് ഈക്വൽ ടു നോട്ട് എൻഡ്, അതായത് എൻഡ് ആയില്ലല്ലോ, തീർന്നിട്ടില്ലല്ലോ നമ്മൾ ചെക്ക് ചെയ്യാണ്. OP കോഡ് ഈസ് ഈക്വൽ ടു നോട്ട് എൻഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ബിഗിൻ ചെയ്യാം. ഇപ്പോൾ ബിഗിൻ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റിലെ കാണുന്നത് ഒരു കമാൻഡ് ലൈൻ അല്ലല്ലോ എന്ന് ചെക്ക് ചെയ്യുക. ഇനി അവിടെ സിമ്പിൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക.
ഇപ്പോൾ സിമ്പിൾ നമുക്ക് ആ ലേബൽ ഫീൽഡിൽ സിമ്പിൾ എന്തെങ്കിലും കാണുവാണെങ്കിൽ ആ സിമ്പിൾ നമുക്കുണ്ടോ എന്ന് അറിയാൻ നമ്മൾ എവിടെ പോയി നോക്കണം? സിം ടാബിൽ പോയി നോക്കണം. അപ്പോൾ നമ്മൾ ലേബൽ ഫീൽഡിൽ എന്തെങ്കിലും ഒരു സിമ്പിൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ സിം ടാബിൽ പോയിട്ട് സെർച്ച് ചെയ്യണം. ഈ ഫൗണ്ട് കണ്ടു കിട്ടിയാൽ അതിൻ്റെ അർത്ഥം എന്താ? അതൊരു എററല്ലേ. കാരണം നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ സിമ്പിൾസ് ഒന്നും കൊടുത്തിട്ടില്ല. സിമ്പിൾസ് എല്ലാം നമ്മൾ ഡിഫൈൻ ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇനീഷ്യലി നമ്മൾ സിം ടാബിൽ സെർച്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു സിമ്പിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? എററാണ്, ഒരു ഡ്യൂപ്ലിക്കേറ്റ് അവിടെ ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ നമുക്കത് എറർ കോഡായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സെറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ. എൽസ് ഇല്ലെങ്കിൽ, ഇനിയിപ്പോൾ സിം ടാബ് നമ്മൾ നോക്കിയപ്പോൾ അവിടെ സിമ്പിൾ ഒന്നും കാണുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റത്തെ സിമ്പിളിനെ അതിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ. അപ്പോൾ നമ്മൾ ആ ലേബലിനെ അല്ലെങ്കിൽ ലേബലിലും സിം ടാബിൽ നമ്മൾ എന്തൊക്കെയാണ് കൊടുക്കുക? ആ സിമ്പിളിൻ്റെ പേരും അതിൻ്റെ അഡ്രസ്സും കൊടുക്കും അല്ലേ? അപ്പോൾ ലൊക്കേഷൻ കൗണ്ടറും അതുപോലെ തന്നെ ലേബലും നമ്മൾ ആ സിം ടാബിലേക്ക് എൻ്റർ ചെയ്യാൻ പോകണം, അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യാൻ പോവാണ്. ദെൻ നമ്മളത് എൻ്റർ ചെയ്തു. ഇനി അടുത്തത് നമുക്ക് എന്താ വേണ്ടേ? ഓപ്പ് ടാബ് നോക്കണം. അപ്പോൾ നമ്മൾ ഓപ്പ് കോഡിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിനുള്ള ഓപ്പ് കോഡ് ഏതാണ്, ആ ഓപ്പ് കോഡിനെ നമ്മൾ എന്ത് ചെയ്തു? ഓപ്പ് ടാബിൽ പോയിട്ട് സെർച്ച് ചെയ്തു. ഇനി ഫൗണ്ട് ചെയ്താൽ നമുക്ക് ആ ഓപ്പ് ടാബിൽ ഓപ്പ് കോഡിനെ കണ്ടു കിട്ടിയാൽ നമ്മൾ ലൊക്കേഷൻ കൗണ്ടറിൻ്റെ കൂടെ 3 ആഡ് ചെയ്യണം. അതായത് ഒരു ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ ആ ഇൻസ്ട്രക്ഷൻ്റെ ലെങ്ത് നമ്മൾ 3 ആഡ് ചെയ്യണം. ഇനി അതല്ല, ഓപ്പ് കോഡ് വേർഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നതെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ലൊക്കേഷൻ കൗണ്ടറിൻ്റെ കൂടെ 3 ആഡ് ചെയ്യണം. ഇനി അതല്ല, റിസർവ് വേണമെന്നാ പറയണമെങ്കിൽ എന്താ ചെയ്യണ്ടേ? ഓപ്പറൻറ്റ് ഇൻറ്റു 3 ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ റിസർവ് വേർഡ് 5 എന്ന് പറഞ്ഞാൽ 5 വേർഡ് സ്പേസ് മെമ്മറി റിസർവ് ചെയ്യണമെന്നല്ലേ അർത്ഥം. അപ്പോൾ ഒരു വേർഡ് എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 5, ആ ഓപ്പറൻറ്റ് ഇൻറ്റു 3 ചെയ്യുക. അത് നമ്മൾ ലൊക്കേഷൻ കൗണ്ടറിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഇനി അതല്ല, ഓപ്പ് കോഡ് ഇസ് ഈക്വൽ ടു റിസർവ് ബൈറ്റ് എന്നാ കൊടുത്തെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഓപ്പറൻറ്റ് പറയുന്നത് ഇപ്പോൾ എത്ര ബൈറ്റ് ആണോ റിസർവ് ചെയ്യാൻ പറയുന്നത്, ഇപ്പോൾ 10 ബൈറ്റ് റിസർവ് ചെയ്യാൻ പറഞ്ഞെങ്കിൽ ആ 10 ബൈറ്റ് എന്നുള്ള ആ ഓപ്പറൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം ലൊക്കേഷൻ കൗണ്ടറിൻ്റെ കൂടെ. ഇനി അതുമല്ല, ഓപ്പ് കോഡ് നമുക്ക് ബൈറ്റ് ആയിട്ടാണ് കൊടുക്കുന്നതെന്ന് നമ്മൾ എന്ത് ചെയ്യണം? ആ കോൺസ്റ്റൻറ്റിൻ്റെ ലെങ്ത്, ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് സ്ട്രിങ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറായിട്ടാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അതിൽ ഓരോ ബൈറ്റും എടുത്തിട്ട് ടോട്ടൽ എത്ര ബൈറ്റ് ലെങ്ത് വരുന്നുണ്ടെന്ന് നോക്കുക. അത് നമ്മൾ ലൊക്കേഷൻ കൗണ്ടറിൻ്റെ കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ ഇത്രയും നമ്മൾ ഓപ്പ് കോഡിനകത്ത്, അതായത് ഓപ്പ് ടാബിനകത്ത് ഓപ്പ് കോഡ് ഉണ്ടെങ്കിൽ, അത് പല ടൈപ്പ് ഓപ്പ് കോഡാണെങ്കിൽ ചെയ്യേണ്ടത് എന്താണെന്നാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. ഇനി ഇല്ലെങ്കിൽ അതായത് നമ്മൾ ഓപ്പ് ടാബ് നോക്കി കഴിയുമ്പോൾ അവിടെ ഓപ്പ് കോഡ് ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് എററായിന്നല്ലേ. അപ്പോൾ നമ്മളതൊരു എറർ ഫ്ലാഗ് സെറ്റ് ചെയ്യാം. ദെൻ അത് എൻഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? അടുത്ത ലൈൻ, ഇന്റർമീഡിയറ്റ് ലൈൻ റൈറ്റ് ചെയ്തു, അതിനെ റീഡ് ചെയ്തു, അതിനെ ഇതുപോലെ തന്നെ ചെയ്തു, എൻഡ് ചെയ്തു. അങ്ങനെ ലാസ്റ്റ് ലൈൻ എത്തുന്നോടം വരെ നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ റൈറ്റ് ചെയ്യുക, റീഡ് ചെയ്യുക, റൈറ്റ് ചെയ്യുക, റീഡ് ചെയ്യുക, അങ്ങനെ ഓരോന്നായിട്ട് ചെക്ക് ചെയ്ത് വരിക. ഏറ്റവും അവസാനം എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പോൾ ലാസ്റ്റ് നിൽക്കുന്ന ലൊക്കേഷൻ കൗണ്ടർ, ലാസ്റ്റത്തെ ലൈനിൽ നിൽക്കുന്ന ലൊക്കേഷൻ കൗണ്ടർ മൈനസ് സ്റ്റാർട്ടിങ് അഡ്രസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? ആ പ്രോഗ്രാമിൻ്റെ ലെങ്ത്ത് എത്രയാണെന്നുള്ള വാല്യൂ നമുക്ക് കിട്ടും. ഇതാണ് പാസ് 1ൻ്റെ അൽഗോരിതം എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കാറുണ്ട്. അത് എഴുതാനായിട്ട് അങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. അടുത്ത നമ്മൾ പറയാൻ പോകുന്ന പാസ് 2ൻ്റെ അൽഗോരിതമാണ്. അപ്പോൾ പാസ് 2 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. നമ്മൾ ആ റെക്കോർഡുകൾ എഴുതുന്നത്, ഹെഡർ റെക്കോർഡ്, ടെക്സ്റ്റ് റെക്കോർഡ്, അങ്ങനെ റെക്കോർഡുകൾ എഴുതുന്നതാണ് പാസ് 2ൽ വരുന്നത്. അപ്പോൾ പാസ് 2ൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ബിഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആദ്യത്തെ ഇൻപുട്ട് ലൈനിനെ റീഡ് ചെയ്തു. അവിടെ ഓപ്പ് കോഡ് ഈസ് ഈക്വൽ ടു സ്റ്റാർട്ട് എന്നാണോ എന്ന് നോക്കി. സ്റ്റാർട്ട് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ലിസ്റ്റിംഗ് ലൈന് റൈറ്റ് ചെയ്തു, അതിനെ നമ്മൾ റീഡ് ചെയ്തു, എൻഡ് ചെയ്തു. ഇത്രയും കാര്യം എപ്പോഴാണ് ചെയ്യേണ്ടത്? ഓപ്പ് കോഡ് ഈസ് ഈക്വൽ ടു സ്റ്റാർട്ട് ആണെങ്കിൽ. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഹെഡർ റെക്കോർഡ് ചെയ്ത്. ഹെഡർ റെക്കോർഡ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ പഠിച്ചായിരുന്നു ക്ലാസ്സിൽ അല്ലേ? പ്രോബ്ലം ചെയ്തപ്പോൾ ഓൾറെഡി പഠിച്ചാണ്. സോ ഹെഡർ റെക്കോർഡ് അതിൽ പറഞ്ഞിരിക്കുന്ന ഫോർമാറ്റിൽ നമ്മൾ എഴുതുക. അതിനുശേഷം നമുക്കിനി ടെക്സ്റ്റ് റെക്കോർഡിൽ എഴുതണ്ടേ? അപ്പോൾ ഫസ്റ്റ് ടെക്സ്റ്റ് റെക്കോർഡ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓപ്പ് കോഡ് ഇസ് ഈക്വൽ ടു നോട്ട് എൻഡ് ആണല്ലോ നോക്കി. എൻഡ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബിഗിൻ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളത് കമൻറ്റ് ലൈൻ ആണോ അല്ലയോ നമ്മൾ ചെക്ക് ചെയ്തു. അതിനുശേഷം ഓപ്പ് ടാബ് പോയിട്ട് നമ്മൾ സെർച്ച് ചെയ്യാണ്. എന്തിന്? ഓപ്പ് കോഡിന് വേണ്ടിയിട്ട് നമ്മൾ ഓപ്പ് ടാബിൽ പോയിട്ട് സെർച്ച് ചെയ്യാണ്. ഫൗണ്ട് ചെയ്യൂല, കാരണം നമ്മൾ പാസ് 1ൽ ഓപ്പ് ടാബിനകത്തേക്ക് ഓപ്പ് കോഡ് ഇൻസേർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഫൗണ്ട് കിട്ടിയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ കൂടെ, ആ ഓപ്പ് കോഡിൻ്റെ കൂടെ എന്തെങ്കിലും സിമ്പിൾ ഉണ്ടോ എന്ന് നോക്കുക. ഇനി അഥവാ സിമ്പിൾ ഉണ്ടെങ്കിൽ നമ്മളത് എവിടെ പോയി നോക്കണം? സിം ടാബിൽ പോയിട്ട് അതിൻ്റെ ഓപ്പറൻറ്റിന് വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ. അപ്പോൾ സിമ്പിൾ ഫൗണ്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ സിം ടാബിൽ പോയിട്ട് ആ സിം ടാബിൻ്റെ ഓപ്പറൻറ്റ് ഏതാണ് എന്നറിയാനായിട്ട് നോക്കുക. എന്നിട്ട് ഫൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സിമ്പിളിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ആ ഓപ്പറൻറ്റിൻ്റെ അഡ്രസ്സായിട്ട് സ്റ്റോർ ചെയ്യാം. ഇനി അല്ലെങ്കിൽ അങ്ങനെ ഫൗണ്ട് ചെയ്തില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പറൻറ്റ് അഡ്രസ്സായിട്ട് 0 സ്റ്റോർ ചെയ്യുന്നത്. എന്നിട്ട് എറർ ഫ്ലാഗ് സെറ്റ് ചെയ്യും കൂടെ ചെയ്ത്. സിം ടാബിൽ സിമ്പിൾ ഇല്ല എന്നല്ല അതിൻ്റെ മീനിങ്. അപ്പോൾ നമ്മളത് എറർ ഫ്ലാഗായിട്ട് സെറ്റ് ചെയ്യാതെ എൻഡ് ചെയ്തു. ഇനി അതിനുശേഷം നമുക്ക് ഒബ്ജക്റ്റ് കോഡ്
അസംബിൾ ചെയ്തെടുക്കുക. നമ്മൾ പ്രോബ്ലം ചെയ്തപ്പോൾ പഠിച്ചായിരുന്നു എങ്ങനെ ഒബ്ജക്റ്റ് കോഡ് എടുക്കുകയെന്ന്. അങ്ങനെ നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് കോഡ് എല്ലാം കൂടെ അസംബിൾ ചെയ്തെടുക്കുക. അതിനുശേഷം ഇഫ് ഓപ്കോഡ് ഇസ് ഇക്വൾ ടു ബൈറ്റ് ഓർ വേർഡ് ആണെങ്കിൽ, ഇപ്പോൾ ബൈറ്റോ വേർഡോ ആയിട്ടാണ് തരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഓപ്കോഡ് കൺവേർഷൻ ടു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് കോഡ് ആക്കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 0 വേർഡ് 0 എന്ന് എഴുതി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് കോഡ് എന്ന് പറഞ്ഞാൽ 0 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എഴുതിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈറ്റോ വേർഡോ ആണെങ്കിൽ അതിനെ നമ്മൾ ആ കോൺസ്റ്റന്റിനെ ഒബ്ജക്റ്റ് കോഡായിട്ട് കൺവേർഷൻ ചെയ്യുക. ഇനി നമ്മൾ ടെക്സ്റ്റ് റെക്കോർഡ് എഴുതാൻ നോക്കുമ്പോൾ ഇപ്പോൾ കുറേ ഒബ്ജക്റ്റ് കോഡ് ഉണ്ട്. ആ ഒബ്ജക്റ്റ് കോഡ് ഫുള്ള് നമുക്ക് ഒറ്റ ടെക്സ്റ്റ് റെക്കോർഡിൻ്റെ ഉള്ളിൽ ഫിറ്റ് ആവുന്നില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടേ, ന്യൂ ടെക്സ്റ്റ് റെക്കോർഡ് ഇനീഷ്യലൈസ് ചെയ്ത്. നമ്മൾ പറഞ്ഞായിരുന്നു ഒന്നിൽ കൂടുതൽ ടെക്സ്റ്റ് റെക്കോർഡ് നമുക്ക് കൊടുക്കാൻ പറ്റുമെന്നല്ലേ. അപ്പോൾ ഫസ്റ്റ് റെക്കോർഡിനകത്ത് കുറേ ഒബ്ജക്റ്റ് കോഡ് ഉണ്ട്, ഇതൊന്നും നമുക്ക് ഒറ്റ ടെക്സ്റ്റ് റെക്കോർഡിലായിട്ട് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത ടെക്സ്റ്റ് റെക്കോർഡ് ഇനീഷ്യലൈസ് ചെയ്യണം. ദെൻ എൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത്, അതിലേക്ക് ഒബ്ജക്റ്റ് കോഡ് കൊടുക്കുക. ഇതിങ്ങനെ ഓരോ ലൈനായിട്ട് റൈറ്റ് ചെയ്യുക, റീഡ് ചെയ്യുക, ഈ പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ദെൻ ലാസ്റ്റ് ടെക്സ്റ്റ് റെക്കോർഡും ഒബ്ജക്റ്റ് പ്രോഗ്രാമിനുള്ളത് നമ്മൾ എഴുതി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ എന്താ ചെയ്യുക, എൻഡ് റെക്കോർഡ് എഴുതണം അല്ലേ. അപ്പോൾ നമ്മൾ എൻഡ് റെക്കോർഡ് ഒബ്ജക്റ്റ് പ്രോഗ്രാമിൽ എൻഡ് റെക്കോർഡ് എഴുതുക, ലാസ്റ്റ് ലൈൻ എടുത്തു, എൻഡായി. ഓക്കെ, ഇതാണ് നമ്മളുടെ പാസ് 2-ന്റെ അൽഗോരിതം എന്ന് പറയുന്നത്. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്നെങ്കിൽ പാസ് 1 അല്ലെങ്കിൽ പാസ് 2-ന്റെ അൽഗോരിതം എഴുതാനായിട്ട് ചോദിക്കും കേട്ടോ.